നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. നഴ്സുമാരായ മലയാളി ദമ്പതികളെ ഫ്ളാറ്റിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അപ്പോൾ എന്താണ് അതിലെ കാരണം എന്നതടക്കമുള്ളതിൽ ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ സംസ്കാര ചടങ്ങുകൾ നാട്ടിൽ മൃതദേഹം എത്തിക്കേണ്ട നടപടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും സൂരജ് തന്നെയാണ് ഭാര്യ ബിൻസിയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയതെന്നാണ് പറയുന്നത്. കാരണം പോലീസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇതുവരെയ്ക്ക് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പരസ്പരം കുത്തിക്കൊലപ്പെടുത്തിയതാകാം എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് സൂരജ് ജീവനൊടുക്കിയെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു ആത്മഹത്യയും കൊലപാതകത്തിലും ഒക്കെ നടുങ്ങിയിരിക്കുകയാണ് നാട്. കാരണം അവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ പറയുന്ന ഈ സൂരജ് BSc നഴ്സായിട്ട് കുവൈറ്റിലേക്ക് എത്തിയത് പോലും ബിൻസിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ്. കാരണം ബിൻസിയാണ് അവിടെ ഈ സൂരജിനെ പഠിപ്പിച്ചതും നഴ്സായിട്ട് കുവൈറ്റിലേക്ക് കൊണ്ടുപോയതെന്നും ഒക്കെയാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇവര് ഒരു പ്രണയ ബന്ധമായിരുന്നു. ആ പ്രണയത്തിലൂടെയാണ് വിവാഹത്തിലേക്ക് എത്തിയത്. അപ്പോൾ അത്രത്തോളം വളരെയധികം പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഒരു സാഹചര്യത്തിൽ നിന്ന് ബിൻസിയാണ് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് പോലും ഈ സൂരജിന്റെ ഒരു സംശയരോഗം ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം ഇതിന്റെ പേരിൽ പലപ്പോഴായിട്ട് ഇവർ തമ്മിൽ തർക്കമൊക്കെ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കളെ ഇപ്പൊ മൊഴിയൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംശയ രോഗം കൊണ്ടാണ് ഇത്തരത്തിൽ ഉന്നതിയിൽ നിന്ന് ഒരു കുടുംബം നാമാവശേഷമായി ചിന്നിച്ചിതറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. കാരണം ഏറ്റവും ഒടുവിൽ ബാക്കിയായത് ആ രണ്ട് കുരുന്നുകൾ മാത്രമാണ്. നാളെ എന്ത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രണ്ട് കുരുന്നുകളാണ് ഈ അനാഥമാക്കി ഈ മാതാപിതാക്കൾ ഈ ലോകത്ത് തന്നെ വിട പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു അറബ് മാധ്യമം റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ അലർച്ച അവിടെ കേട്ടിരുന്നു. അതായത് രക്ഷപ്പെടുത്താനുള്ള ശബ്ദം കേട്ടിരുന്നു. പക്ഷെ പേടിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ഇതൊരു പ്രശ്നമാകുമെന്ന് കരുതി ആ ഒരു പേടി കൊണ്ടാണ് ഇടപെടാതിരുന്നതെന്നാണ് പോലീസിനോട് ഇവര് പ്രതികരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോ സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നു, ഇത് വഴിയിൽ വെച്ച് വഴക്കൂടുന്നത് കാണുന്നു, അപ്പൊ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നു. അപ്പൊ എന്തുകൊണ്ട് ഒരു ഇടപെടൽ നടത്തി അവരെ ഒരു സംയമനത്തിലേക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾക്ക് അത്തരത്തിലൊരു ചോദ്യം ഉയരും. അപ്പൊ സുഹൃത്ത് പറയുന്നത് പേടിച്ചിട്ടാണ് ഇതിൽ ഇടപെടാതിരുന്നത് എന്ന് പറയുന്നുണ്ട് ഒരു സുഹൃത്ത്, അല്ലെ? അതെ. അപ്പോൾ ഈ പേടി കാരണം പറഞ്ഞില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ. പിന്നെ കൂടാതെ ഈ ഒരു കൊലപാതകത്തിന് മുൻപായി അമ്മയോട് വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് ബിൻസി എവിടെയെന്ന് പറയുമ്പോൾ ബിൻസി ഇവിടെ എല്ലാം പുറത്തു പോയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോലും ഈ കൃത്യം നടപ്പിലാക്കിയതിനു ശേഷമാണ് ഈ പറയുന്ന തരത്തിൽ സൂരജ് ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോ കോളിന് ശേഷമാണ് ഈ ജീവൻ ഒടുക്കുന്നതിലേക്ക് സൂരജ് പോയിട്ടുള്ളത്. പക്ഷെ അതിനു മുൻപ് തന്നെ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നു. അതിനുശേഷം ഈ പറയുന്ന സ്റ്റാറ്റസുകളെല്ലാം മാറ്റുന്നു. ഇതിനുശേഷമാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ, അതായത് ഒരു സംശയരോഗത്തിന്റെ പേരിൽ ഇത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു ഭാര്യയെ കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് സൂരജ് എത്തുകയായിരുന്നു. സൂരജിന്റെ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്ത് കാണിച്ച എന്തെങ്കിലും ഒരു അതിക്രമമായിരിക്കാം. പക്ഷെ ഇന്ന് നഷ്ടം മുഴുവൻ ആ കുഞ്ഞുങ്ങൾക്കാണ്. മാതാപിതാക്കളില്ലാത്ത ഒരു ജീവിതം നമുക്ക് എങ്ങനെയായിരിക്കുമെന്ന് അറിയാം. കാരണം അവരെ സ്നേഹിച്ച് കൊതുതിന് മുൻപേ രണ്ടായിട്ട് പിരിഞ്ഞവരാണ്. കാരണം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു എന്ന് കരുതിക്കൊണ്ട് നാട്ടിലേക്ക് അവരെ സെറ്റിൽ ആക്കുന്നു. അപ്പോൾ അവർക്കൊപ്പം ഒരാഴ്ച നിന്നതിന് ശേഷം അച്ഛൻ തിരിച്ച് പോവുകയാണ് ബിൻസിയുടെ അടുത്തേക്ക്. അപ്പൊ ബിൻസിയുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ ആ മാതാപിതാക്കൾ തങ്ങളുടെ അടുത്ത് കാണുമെന്നുള്ളൊരു സ്നേഹത്തോടു കൂടി തന്നെയാണ് ആ കുഞ്ഞുങ്ങളാണ് UKGയിലും 3ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ കഴിയുന്നത്. ഇപ്പോഴും ആ ഒരു മരണ വാർത്ത കുഞ്ഞുങ്ങൾ അറിയിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു വൈകാരികമായ രംഗങ്ങളൊക്കെയാണ് ആ ഒരു വീട്ടിൽ തന്നെ, ബിൻസിയുടെ വീട്ടിൽ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇനി എന്താണ്, അതായത് ഇപ്പോൾ ദൃക്സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇവർ ഈ കേസൊക്കെ പോലീസ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്തായിരുന്നു ഈ ജീവൻ എടുക്കാൻ മാത്രമുള്ള പ്രകോപനം എന്തായിരുന്നു എന്നുള്ളത് ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് സംബന്ധമായ വിവരങ്ങളൊക്കെ ഇനി പുറത്തേക്ക് വരണം. മാത്രമല്ല ഈ ഒരു പാർപ്പിട സമുച്ചയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഇവരുടെ മൃതദേഹം, അല്ലെങ്കിൽ ഇവരിങ്ങനെ കുത്തേറ്റ് മരിച്ചു കിടക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. പോലീസ് പലതവണ വാതിൽ മുട്ടി, പ്രതികരണം ഉണ്ടായില്ല.
അപ്പോഴാണ് ഈ വാതില് പൊളിച്ച് അകത്ത് കടന്ന് ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടത്. എന്തായാലും അധികൃതർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. വിശദമായി തന്നെ അന്വേഷിക്കും. ഈ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലായിരുന്നു ഈ ദമ്പതികൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഈ ഒരു വഴക്കാണ് ഇത്തരത്തിലേക്ക് നയിച്ചത്. പ്രത്യേകിച്ച് നാട്ടിൽ ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ച ശേഷം സന്തോഷത്തോടെയാണ് ഇവരും തിരിച്ച് ആ ജോലി സ്ഥലത്തേക്ക് പോയത്. അതെ, ഇവരുടെ ജോലിയിൽ നിന്ന് സ്വരുക്കൂട്ടിയ പൈസ ഉപയോഗിച്ചായിരുന്നു നാട്ടിലെ വീടൊക്കെ ഒന്ന് പുതുക്കി പണിതെടുത്തത്. ആ വീട്ടിലായിരുന്നു ഇവര് ചെലവഴിച്ചിരുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുമ്പോൾ വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ്. കാരണം ഏറെ ആശിച്ചു വെച്ച വീടാണ്. പക്ഷെ ആ വീട്ടിലേക്ക് ജീവനറ്റ ശരീരങ്ങളായാണ് അവർ രണ്ടുപേരും എത്തുന്നത്. ഇത്തരത്തിൽ പല കുടുംബ ബന്ധങ്ങളിലും ഈ ഒരു സംശയ രോഗം വില്ലനായി മാറാറുണ്ട്. ചിലപ്പോൾ ഒരു ഫോൺ കോളിന്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല രീതികളിലുമായിരിക്കും. ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും മറ്റേതെങ്കിലും ബന്ധമുണ്ടോ, മറ്റാരോടെങ്കിലും അടുപ്പമുണ്ടോ, തന്നോട് സ്നേഹം കുറയുന്നു എന്നൊക്കെ കരുതിക്കൊണ്ട് സംശയരോഗം ഉടലെടുക്കുന്ന പല പ്രവാസികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ പല കൊലപാതകങ്ങളും അരങ്ങേറിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംശയരോഗം തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. ഈ പറഞ്ഞ ബിൻസിയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, എല്ലാവരും ബിൻസിയെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത്. അതായത് സൂരജിനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. സൂരജിനെ തനിക്കൊപ്പം കൂട്ടിയത് പോലും തന്റെ സമ്പാദ്യത്തിൽ നിന്നാണ് നഴ്സിംഗ് പഠിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പൊ എല്ലാ തരത്തിലും സൂരജിനെ സ്നേഹിച്ചിട്ട് പോലും സൂരജിന്റെ മനസ്സിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവർ ഓസ്ട്രേലിയയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ജീവൻ എടുക്കുന്നതിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഇവരുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു അല്ലെ? പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ്. അപ്പോ എത്രത്തോളം പ്രണയിച്ചിട്ടുണ്ടാകും, എത്രത്തോളം അവര് ജീവിതം ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരായിരിക്കണം. അപ്പൊ അത്രത്തോളം പ്രണയിച്ചിട്ട് അവസാനം അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ആദ്യം കരുതിയത് ദമ്പതികൾ ഇരുവരും പരസ്പരം ആക്രമിച്ചു കൊല്ലപ്പെട്ടുവെന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സൂരജ് ജീവനൊടുക്കി എന്നാണ് പറയുന്നത്. ഈ സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി അല്ലെ? കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് ബിൻസിയുടെ കുടുംബം മുന്നിലാണ്. പിന്നെ ഈ നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെ ബിൻസി സൂരജിനെ പരിചയപ്പെടുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൂരജിനെ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിക്കുന്നു. വിദേശത്ത് പോകുമ്പോൾ സൂരജിനെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിൽ പഠിപ്പിച്ചത്. അതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസ് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി കിട്ടുന്നു. അപ്പോ അതിനിടയിൽ സൂരജും പാസ്സാകുന്നു, BSc നഴ്സിംഗ് പാസ്സാകുന്നു. ഈ വീട്ടുകാരുടെ ഇടയിൽ ഇവരുടെ വിവാഹത്തിന് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ആ എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് ജീവിതം മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചവരായിരുന്നു അവര്. പക്ഷെ എന്താ സംഭവിച്ചതോടെ ഇവരല്ലേ? അപ്പൊ എവിടെയാണ് ഇവർക്ക് പ്രശ്നം പറ്റിയത്, അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യത്തിൽ എന്താണ് വലിയൊരു വിള്ളൽ വീഴ്ത്തിയത്, എവിടെ മുതലാണ് ഇവരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്? അല്ല, മാസങ്ങളായി തന്നെ ഇവർക്കിടയിൽ പ്രശ്നം ഉടലെടുത്തിരുന്നതായാണ് ഈ അയൽവാസികളൊക്കെ പറയുന്നത്. കാരണം വഴിയിൽ നടന്നു പോകുമ്പോൾ പോലും ഇരുവരും തമ്മിൽ കലഹിക്കുന്നതൊക്കെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പക്ഷേ ഇവരൊക്കെ നല്ല ദമ്പതികളായിരുന്നു എന്നൊക്കെയാണ് നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ നല്ല ദമ്പതികളായി നാട്ടിൽ ഉണ്ടായിരുന്ന ഇരുവർക്കും ഈ പറയുന്നത് പോലെ കുവൈറ്റിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇരുവരുടെയും ജീവിതത്തിൽ വില്ലനായി മറ്റൊരാൾ എത്തിയിരുന്നോ? അല്ലെങ്കിൽ ബിൻസിയെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയുന്നത് ഈ പറയുന്ന കണക്ക് സൂരജ് കേട്ടിരുന്നോ? പിന്നെ എന്തിനാണ് ഇരുവരും കൂടെ ഒരുമിച്ചാണ് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരുന്നത്? പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു കൊലപാതകം അരങ്ങേറിയതെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എല്ലാ തരത്തിലും ബിൻസി സൂരജിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കിയത്. പക്ഷെ അത് സൂരജിന്റെ ആ ഒരു ദേഷ്യം കാരണം സൂരജ് ആ ഒരു സംശയരോഗത്തിന്റെ ആ ഒരു എക്സ്ട്രീം ലെവലായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ജീവൻ എടുക്കുന്നതിലേക്ക് പോയത്. തീർച്ചയായിട്ടും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടിയായത് സൂരജിന്റെ ക്ഷിപ്രകോപം. ഒരു കോപക്കാരനാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതക്കാരനാണ് സൂരജ്. അപ്പൊ ഇത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടി ആയത് എന്ന് പറയുന്നുണ്ട്. ദേഷ്യം വന്ന് എന്ത് ചെയ്യുന്ന ഒരു അപകടകാരിയായിരുന്നു സൂരജ് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല സംശയരോഗം, അതിപ്പോ സംശയരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ദാമ്പത്യത്തിൽ അതൊരു വലിയ വിള്ളൽ തന്നെയാണ് വരുത്തുക. അപ്പോൾ ജീവിതം കൂടുതൽ പച്ച പിടിപ്പിക്കുക, അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ, നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ട് ബിൻസി തയ്യാറെടുത്തത്. 5ാമത്തെ വട്ടം പരീക്ഷ എഴുതി പാസ്സായി. 2 കുഞ്ഞുങ്ങളെ നാട്ടിൽ വിട്ടു. അതിനിടെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിരുന്നു. അതിനിടയിലാണ് ഈ കൊലപാതകം നടന്നതും. അപ്പോൾ ഈ കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ബിൻസിയുടെ കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ചിട്ട് അവളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമാണോ പറഞ്ഞത്, അതോ മറ്റെന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അവളെ ഞാൻ കൊല്ലും, ഞാനും അവളുടെ കൂടെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജുകളൊക്കെ അയച്ചിരുന്നത്.
അപ്പൊ 2 ദിവസം മുമ്പേ ആ ഒരു സൂചന അയാൾ ഒരു കൊലപാതകം നടക്കും അല്ലെങ്കിൽ ഒരു അശുഭകാര്യം നടക്കും എന്ന തരത്തിലുള്ള ഒരു സൂചന മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ പാലൂട്ടി വളർത്തിയ കൈകളിൽ തന്നെ കടിച്ചു കൊന്നു എന്നാണ് ഇരുവരുടെയും കൂട്ടുകാർ പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. ബിൻസി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, കൊണ്ടുപോകുന്നു, ജീവിതം നൽകുന്നു, എതിർപ്പുകളെ അവഗണിച്ച് കൂടെ നിൽക്കുന്നു. അപ്പൊ ഇത്രയും പ്രണയിച്ച് അല്ലെങ്കിൽ ഇത്രയും സ്നേഹമുള്ള ഒരാളെ എങ്ങനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു? പ്രണയിക്കുന്നവർക്കൊക്കെ ഇത്രയും കാലനാകാൻ പറ്റുമോ? നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോ ചോദിച്ചു പോകുന്ന ചോദ്യമാണ്, അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. എന്ത് തന്നെയായിരുന്നാലും ഇനി വരമണിക്കൂറിലെ കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയുള്ളൂ. കാരണം ഇതിന്റെ യഥാർത്ഥ കാരണം എന്തിനാണ് കൊലപ്പെടുത്തിയത്, ഇതൊരു സംശയരോഗം മാത്രമായിരുന്നോ, അതല്ലെങ്കിൽ വെറും കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ പെട്ടെന്നുള്ള പ്രകോപനത്തിലായിരുന്നോ എന്നതെല്ലാം ഇനി വരും മണിക്കൂറിൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിനു ശേഷം കൃത്യമായ വിവരം പുറത്തുവിടുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്.